ലോകം മുഴുവൻ എർത്ത് അവർ ആചരിച്ചു. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് എർത്ത് അവർ ആചരിക്കുന്നത്. നഗരങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും അത്യാവശ്യമല്ലാത്ത ലൈറ്റുകൾ 1 മണിക്കൂർ നേരത്തേക്ക് അണച്ചുകൊണ്ടാണ് എർത്ത് അവറിന്റെ ഭാഗമായത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ നേതൃത്വത്തിലാണ് എർത്ത് അവർ ആചരിക്കുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് എർത്ത് അവർ ദിനം. മാർച്ച് 28 രാത്രി 8:30 മുതൽ 9:30 വരെയാണ് ക്യാമ്പയിൻ ആചരിക്കുന്നത്. 2007 ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് എർത്ത് അവർ ആരംഭിച്ചത്. ഊർജ്ജ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. വിളക്കുകൾ അണയ്ക്കുന്നത് ഒരു ചടങ്ങായി മാത്രമല്ല, മറിച്ച് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ നേരിടാനും പ്രകൃതി സംരക്ഷണത്തിനുള്ള കൂട്ടായ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകാനുമുള്ള പ്രതീകം കൂടിയായാണ് കണക്കാക്കുന്നത്. ഭൗമ മണിക്കൂർ നിലവിൽ ഒരു ആഗോള പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. 190-ലധികം രാജ്യങ്ങളിലെ ആളുകൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു. പ്രധാന നഗര ലാൻഡ്മാർക്കുകൾ 1 മണിക്കൂർ ഇരുട്ടിലാവുന്നതാണ് എർത്ത് അവർ. ഈ വർഷം എർത്ത് അവറിന്റെ 20ാം വാർഷികം കൂടിയായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് ഭൂമിക്കായുള്ള ഏറ്റവും വലിയ മണിക്കൂർ എന്ന രീതിയിലാണ് ഈ വർഷം ഇത് ആഘോഷിച്ചത്. ഭൗമ മണിക്കൂറിനോടുള്ള ആവേശം ഇന്ത്യയിലും പ്രകടമായിരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.